ഒരു ബന്ധം മനോഹരമാക്കുന്നത് മുഖത്തിൻ്റെ ഭംഗി കൊണ്ട് മാത്രമല്ല. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യലൈസ് വ്ളോഗ്സ്. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ബന്ധങ്ങൾ ആരുമാകട്ടെ, പാരൻസും കുട്ടികളുമാവാം. ഹലോ ഫ്രണ്ട്സ്, ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ. കുറേ പുതിയ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടുണ്ട്. ഇതുവരെ ആര്യലൈസ് വ്ളോഗ്സ് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഒരു ബന്ധം മനോഹരമാക്കുന്നത് മുഖത്തിൻ്റെ ഭംഗി കൊണ്ട് മാത്രമല്ല, നമ്മൾ അവർക്ക് കൊടുക്കുന്ന സ്നേഹം, കെയറിങ്, ഹെൽപ്പിംഗ്, അങ്ങനെ നമുക്ക് എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യവും അത് കേൾക്കാനുള്ള മനസ്സും അവർ കാണിക്കുമ്പോഴാണ് സ്നേഹമാകുന്നത്. അവർക്കിടയിൽ ഒരു ബന്ധം വളരുന്നത്. അത് ഭാര്യ ഭർത്താവും ആകാം, പാരൻസും കുട്ടികളും ആവാം. അവിടെ മാറ്റി നിർത്തലില്ല, മറച്ചു പിടിക്കലുമില്ല. അവർക്കിടയിൽ മനോഹരമായ സ്നേഹം മാത്രമാണ് ഉണ്ടാവുക. നല്ല ബന്ധങ്ങൾ എന്നും നിലനിൽക്കട്ടെ അല്ലേ. കാലത്തിന് മങ്ങലേൽപ്പിക്കാൻ കഴിയാത്ത ഒരു സൗന്ദര്യവും നമ്മളിലില്ല. അതുപോലെ തന്നെ എല്ലാ കാലവും സമാധാനം നിലനിർത്തുന്ന ഒരു സമ്പാദ്യവും നമുക്ക് സ്വന്തമാക്കുവാനും കഴിയില്ല. സത്യസന്ധമായ സ്നേഹവും അതുപോലെ തന്നെ അതിലുറച്ച വിശ്വാസവും അതിനുള്ള മനസ്സും നിറഞ്ഞു നിൽക്കുന്നിടത്തോളം സമാധാനവും സൗന്ദര്യവും നിലനിൽക്കുകയും ചെയ്യുന്നു അല്ലേ. ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ നമ്മളിൽ ഭീതി നിറയ്ക്കുന്നില്ലേ. അനുഭവങ്ങളിൽ നിന്നെടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക, അഭിനയങ്ങളിൽ വീഴാതിരിക്കുക, ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുക. മനുഷ്യസ്നേഹം വിചിത്രമാണ് അല്ലേ. ചിലർ അഭിനയിക്കുന്നു, ചിലർ അനുഭവിക്കുന്നു, ചിലർ പറ്റിക്കുന്നു, മറ്റു ചിലർ യാന്ത്രികമായി ജീവിക്കുന്നു. അങ്ങനെ എത്ര ജീവിതങ്ങളാണ്. ഇതെല്ലാം തിരിച്ചറിയാനാണ് പ്രയാസം അല്ലേ. ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുക. നമുക്കിപ്പോൾ ഉള്ളതിലേറെ മോശമായ സമയം വരുമ്പോഴായിരിക്കും ഈ കാലം നല്ലതായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുക അല്ലേ. നല്ല കാലം എന്നൊരു ടാഗും വെച്ച് ഒരു കാലവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല. നമുക്ക് കിട്ടുന്ന ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഈ നിമിഷം തന്നെ ആസ്വദിക്കാം. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കുക. ചെറിയ പ്രോബ്ലംസ് എല്ലാം ഉണ്ടെങ്കിൽ അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുക. അതുപോലെ തന്നെ കുളങ്ങളും പുഴകളും നദികളും എല്ലാം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്നുണ്ട്. കുട്ടികളെ വളരെയധികം ശ്രദ്ധിക്കുക, പുറത്തേക്കൊന്നും വിടാതിരിക്കുക. ഓക്കെ, ഇനി നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. എൻ്റെ അനുഭവങ്ങളിലൂടെയുള്ളതും എൻ്റെ ചിന്തകളിലൂടെയുള്ളതുമായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തതാണ്. ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ, ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. കുറേ പ്രീവിയസ് വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ആര്യലൈസ് വ്ളോഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ. എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളുണ്ടാവും കേട്ടോ. ഓക്കെ.